ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, അജിത് ഡോവൽ ശത്രുക്കൾക്ക് പേടി സ്വപ്നമായ ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാണ്. നമ്മൾ ഡോവൽ തരംഗത്തെക്കുറിച്ച് കൂടുതൽ കേൾക്കുന്നതും അറിയുന്നതും അടുത്തു മനസ്സിലാക്കുന്നതും പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തോടു കൂടിയാണ്. ആ മനുഷ്യന്റെ കഴിവും ജാഗ്രതയും ഒരു വിഷയത്തെ സൂചി പോയിന്റിന്റെ പഴുതുകൾ പോലും അടച്ച് ഒരു ഉദ്യമം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അതിനെ പൂർത്തീകരിക്കാനുള്ള ഓപ്പറേഷന് വേണ്ടിയിട്ട് അംഗരക്ഷകർക്ക്, മറ്റനുയായികൾക്ക്, ഉദ്യോഗസ്ഥർക്ക് നേതൃത്വം നൽകാനുള്ള കഴിവും പാഠവും നമ്മൾ അനുഭവിച്ചറിഞ്ഞതാണ്. കാരണം പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കൾ താമസിച്ചിരുന്ന വീടുകൾ വരെ ലൊക്കേറ്റ് ചെയ്യാൻ കേരള പോലീസിന്റെ ഒരു സഹായവും വേണ്ടി വന്നില്ല ഡോവൽ തലച്ചോറിന്. പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കളുടെ വീടുകളിൽ ചിക്കൻ കടക്കാരായും അടിച്ചുതെളിക്കാരായും പാത്രം കഴുകുന്നവരായും പാചകക്കാരായും ഹലാൽ മീറ്റ് വെട്ടുന്ന ആളുകളായും ഇവരുടെ ക്യാമ്പുകളുടെ നേതാക്കന്മാരായിട്ട് വരെ NIA ഉദ്യോഗസ്ഥർ ബംഗാളികൾ എന്ന വ്യാജേന കയറിക്കൂടി രഹസ്യങ്ങൾ ചോർത്തിയെടുത്തതിന് പിന്നിലുള്ള തലച്ചോറ് അജിത് ഡോവലിന്റേതായിരുന്നു. ക്യാബിനറ്റ് പദവിയോടുകൂടി രണ്ടാം വട്ടവും പ്രധാനമന്ത്രി പരമപ്രധാന ദൗത്യമേൽപ്പിച്ച ഡോവലിന് കേരളത്തിൽ ഉറ്റ മിത്രവും രക്ഷകനുമാണ്. കാരണം കേരളവും അജിത് ഡോവലിനെ ജാഗ്രതയോടുകൂടി കാണാൻ കാരണം അദ്ദേഹത്തിന്റെ ദേശത്തോടുള്ള പ്രതിബദ്ധത ഒന്ന് മാത്രമാണ്. ലോകത്തെവിടെ മലയാളികൾ അപകടത്തിൽപ്പെട്ടാലും ശരി, രക്ഷാദൂതനായിട്ട് അജിത് ഡോവൽ എത്തും. അവരെ സുരക്ഷിതമായി നാട്ടിലെത്തിക്കാൻ മുന്നിൽ നിന്നുകൊണ്ട് പൊരുതും. 1968 ബാച്ച് കേരള കേഡർ IPS ഉദ്യോഗസ്ഥനാണ് ഈ ഉത്തരാഖണ്ഡുകാരനായ അജിത് ഡോവൽ. ISIS തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയ 46 മലയാളി നഴ്സുമാരെ 2014 ഇറാഖിലെ തിക്രിത്തിൽ നിന്ന് രക്ഷിച്ചത് ഡോവലിന്റെ മിടുക്കായിരുന്നു. പതിവ് മാർഗങ്ങൾ വിട്ടിട്ടുള്ള ഇടപെടലാണ് ഡോവൽ നടത്തുന്നത്. കേന്ദ്ര സർക്കാർ ഇറാഖ് ഭരണകൂടവുമായി ബന്ധപ്പെട്ടപ്പോൾ ISISുമായി അടുപ്പമുള്ള സുന്നി നേതാക്കളിലൂടെയായിരുന്നു ഡോവലിന്റെ ഓപ്പറേഷൻ. ഇറാഖ് സർക്കാർ സൈനിക നടപടി വാഗ്ദാനം ചെയ്തിരുന്നെങ്കിലും സ്വീകരിക്കേണ്ട എന്നായിരുന്നു ഡോവലിന്റെ ശുപാർശ. ആശങ്കയുടെ 3 ദിനങ്ങൾക്കൊടുവിൽ ഭീകര താവളത്തിൽ നിന്ന് നഴ്സുമാരെ കേരളത്തിലേക്ക് വിമാനം കയറ്റിയാണ് ഡോവൽ ഡൽഹിക്ക് മടങ്ങിയത്. ഒരു പോറൽ പോലും ഏൽക്കാതെ. ആഭ്യന്തര കലാപത്തിൽപ്പെട്ട് ലിബിയയിൽ കുടുങ്ങിപ്പോയ 18 നഴ്സുമാരെ സൈന്യത്തിന്റെ സഹായത്തോടുകൂടി ട്രിപ്പോളിയിൽ നിന്ന് കൊച്ചിയിൽ എത്തിച്ചതും ഡോവലിന്റെ സാന്നിധ്യവും മിടുക്കും മികവുമായിരുന്നു. ആഭ്യന്തര യുദ്ധത്തെ തുടർന്ന് യമനിൽ കുടുങ്ങിയ നഴ്സുമാരെ രക്ഷിക്കാനും ഡോവൽ എത്തി. അതിർത്തി മേഖലയിൽ പെടുന്ന കേരളത്തിലെ സുരക്ഷാ ഏകോപനത്തിൽ ഡോവൽ രഹസ്യമായിട്ട് എത്താറുണ്ട് പലപ്പോഴും. പാകിസ്ഥാൻ കരസേനാ മേധാവിയായ റഷ്യൽ ഷെരീഫ് കൊളംബിയയിലെ ശ്രീലങ്കൻ സേനാ ആസ്ഥാനത്തെത്തിയതിന് തൊട്ടു പിന്നാലെ സ്വകാര്യ ചടങ്ങിന് എന്ന മട്ടിൽ ഡോവൽ തിരുവനന്തപുരത്ത് പറന്നിറങ്ങി. കന്യാകുമാരിയിൽ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനാണ് എന്ന് എല്ലാവരോടും പറഞ്ഞ് IB റോ ഉദ്യോഗസ്ഥർ കന്യാകുമാരിയിലും തിരുവനന്തപുരത്തുമായി ഡോവലിനെ കണ്ടുമുട്ടി. തമിഴ്നാട്ടിലെ കൊടിയക്കാരൈ എന്ന് പറയുന്ന മത്സ്യബന്ധന തുറമുഖം വഴി ശ്രീലങ്കയിൽ നിന്ന് ഭീകരരുടെ നുഴഞ്ഞുകയറ്റം അടയ്ക്കുകയായിരുന്നു ഡോവലിന്റെ അന്നത്തെ ലക്ഷ്യം. ഈസ്റ്റർ ദിനത്തിൽ ചാവേർ സ്ഫോടനങ്ങളിൽ ശ്രീലങ്കയിൽ ചോരപ്പുഴ ഒഴുകിയപ്പോൾ ഡോവലിന്റെ ദീർഘവീക്ഷണത്തിന്റെ ഗുണം രാജ്യം ഫലം കണ്ടു. ഡോവലിന്റെ നിർദ്ദേശപ്രകാരം തിരുവനന്തപുരം വിമാനത്താവളത്തിലെ സുരക്ഷാ പഴുതുകൾ കണ്ടെത്താൻ സെക്യൂരിറ്റി ഓഡിറ്റ് നടത്തിയിരുന്നു. 33 വർഷം രഹസ്യാന്വേഷണ വിഭാഗത്തിലുണ്ടായിരുന്ന ഡോവൽ 10 വർഷം IB ഓപ്പറേഷൻ വിഭാഗത്തിന്റെ മേധാവിയായിരുന്നു. പാകിസ്ഥാനെ മെരുക്കിയ ഉരുക്കുമുഷ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വലം കൈയായിട്ടാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിനെ പാകിസ്ഥാൻ കാണുന്നത്. 2005 വരെ ഇന്ത്യയുടെ ചാരസംഘടനകളിൽ അംഗമായിരുന്നു ഡോവൽ. കൂടുതൽ ബഹളമുണ്ടാക്കുന്ന പരുക്കനായ അന്തരീക്ഷത്തിന്റെ ചൂടേറ്റുന്ന ഉദ്യോഗസ്ഥനാണ് ഡോവൽ. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പോലെ ചൂടൻ വർത്തമാനമാണ് ഡോവലിന്റേതും. വളരെ ചുരുക്കി അളന്നു മുറിച്ച് വളരെ കുറഞ്ഞ വാക്കുകളിലൂടെ കൂടുതൽ ആശയങ്ങൾ നൽകാൻ ഡോവലിന്റെ പ്രഭാഷണങ്ങൾക്ക് സാധിക്കാറുണ്ട്. തന്റെ ബോസിന് വേണ്ടതാണ് ഡോവൽ ചെയ്യുന്നതും. 1980കളിൽ ഇസ്ലാമാബാദിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനിൽ ഡോവൽ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. ദൈവമേ, ഉരുക്കുമുഷ്ടിയുള്ള ഇയാളോടാണല്ലോ രാജ്യം ഇടപെടേണ്ടത് എന്നാണത്രേ അന്ന് പാകിസ്ഥാനും ISIയും പറഞ്ഞിരുന്നത്. നമ്മുടെ കാലഘട്ടത്തിലെ മികവേറിയ ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. ആരെയും ഇത്രയധികം വിശ്വസിക്കാത്ത പ്രകൃതക്കാരനാണ്. പാകിസ്ഥാനുമായി ഇടപെടുമ്പോൾ പ്രത്യേകിച്ചും എപ്പോഴും കുഴപ്പക്കാരനല്ല അദ്ദേഹം. മോദിയുടെ മാത്രമല്ല, മണി ദീക്ഷിത്തിന്റെയും AK നാരായണന്റെയും പാത ഡോവൽ പിന്തുടരാറുണ്ട് പലപ്പോഴും. 2016 ഡൽഹിയിൽ ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് 6 മുൻ പാക് ഹൈക്കമ്മീഷണർമാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു യോഗം ചേർന്നു.
ഔദ്യോഗിക യോഗത്തിന് ചേരാത്ത വിധം അസ്വാഭാവികമായിരുന്നു ഡോവലിന്റെ പെരുമാറ്റം. ഞങ്ങൾ നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട്. നല്ലതല്ലാത്ത കാര്യങ്ങൾ അന്വേഷണത്തിൽ തെളിഞ്ഞാലോ, പത്താൻകോട്ട് മുംബൈ ഭീകരാക്രമണങ്ങൾ തമ്മിൽ ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയാലോ പ്രത്യാഘാതം ഭീകരമായിരിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി. ഇത് പറഞ്ഞ് ഡോവൽ പുറത്തേക്ക് കടന്നു. ഉദ്യോഗസ്ഥർക്ക് കൈ കൊടുക്കാതെയായിരുന്നു അന്ന് ഡോവലിന്റെ മടക്കം. ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന് വേണ്ടി പാകിസ്ഥാനിൽ പ്രവർത്തിക്കുമ്പോൾ തന്റെ വ്യക്തിത്വം കണ്ടുപിടിക്കപ്പെട്ട ഒരു സംഭവം അജിത് ഡോവൽ ഒരിക്കൽ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ലാഹോറിൽ ഭാരി അലി എന്ന പേരായിട്ടുള്ള വലിയൊരു പള്ളിയുണ്ട്. ധാരാളം ആളുകൾ വന്നു പോകുന്ന സ്ഥലം. സ്വാഭാവികമായി ഞാനും പലതവണ ആ പള്ളിയിൽ പോകുമായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. പാകിസ്ഥാനിൽ ഞാൻ മുസ്ലിങ്ങൾക്കൊപ്പമാണ് ജീവിച്ചത്. ആർക്കും ഒരു സംശയവും തോന്നാത്ത തരത്തിലായിരുന്നു പ്രവർത്തനം. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം വളരെ പ്രായമേറിയ ഒരു മനുഷ്യൻ എന്നെ അയാളുടെ അടുത്തേക്ക് വിളിച്ചു. വെളുത്ത താടി നീട്ടി വളർത്തിയ രൂപമായിരുന്നു അയാൾക്ക്. അടുത്തെത്തിയപ്പോൾ നിങ്ങൾ ഹിന്ദുവാണോ എന്നായിരുന്നു ആ മനുഷ്യന്റെ ചോദ്യം. അല്ല എന്ന് മറുപടി നൽകി. എങ്കിൽ എനിക്കൊപ്പം വരൂ എന്ന് പറഞ്ഞ് അദ്ദേഹം എന്നെ പള്ളിക്കകത്തേക്ക് കൊണ്ടുപോയി. ഒരു ചെറിയ റൂമിനുള്ളിൽ കയറി ഉടനെ തന്നെ വാതിലടച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങൾ ഹിന്ദു തന്നെയാണ്. തെളിവായി കണ്ടെത്തിയത് എന്റെ കാതിലുണ്ടായിരുന്ന കമ്മൽ കുത്തിയ പാടായിരുന്നു. തുടർന്ന് ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്തതാണ് എന്ന് പറഞ്ഞെങ്കിലും വിശ്വസിച്ചില്ല. എത്രയും പെട്ടെന്ന് പ്ലാസ്റ്റിക് സർജറി ചെയ്തോളൂ, അല്ലെങ്കിൽ പിടിക്കപ്പെടും എന്നും മുന്നറിയിപ്പ് നൽകി. എന്നിട്ട് ഒരു കാര്യം കൂടി ആ മനുഷ്യൻ പറഞ്ഞു, ഞാനും ഒരു ഹിന്ദുവാണ്. എന്റെ സ്വന്തക്കാരെ എല്ലാം ഇവിടെയുള്ളവർ കൊലപ്പെടുത്തി. നിങ്ങളെ പോലെയുള്ളവർ ഇവിടെയുണ്ട് എന്നറിയുന്നതിൽ സന്തോഷമുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. സുവർണ ക്ഷേത്രത്തിലെ ഓപ്പറേഷൻ ബ്ലാക്ക് തണ്ടർ ഡോവലിന്റെ രണ്ടാമത്തെ വലിയ സൈനിക ബഹുമതിയായിട്ടുള്ള കീർത്തിചക്ര നേടിക്കൊടുത്തു അദ്ദേഹത്തിന്. കീർത്തിചക്ര നേടുന്ന ആദ്യ പോലീസ് ഉദ്യോഗസ്ഥനാണ് അജിത് ഡോവൽ. മിസോ നാഷണൽ ഫ്രണ്ടിൽ നുഴഞ്ഞു കയറി സംഘടനയെ ചിഹ്ന ഭിന്നമാക്കി മിസോറാം ഇന്ത്യയോട് കൂട്ടിച്ചേർത്തതിന് പിന്നിലും ഡോവലിന്റെ തലച്ചോറും കരങ്ങളുമാണ്. എയർ ഇന്ത്യ വിമാനം റാഞ്ചിയ താലിബാൻ ഭീകരരുമായി വിലപേശാൻ കണ്ടഹാറിൽ എത്തിച്ചതും ഡോവൽ തന്നെയാണ്. ഡോവലിനെയായിരുന്നു അന്നും അവർ കണ്ടത്. 41 തീവ്രവാദികളെ വിട്ടുകിട്ടണം എന്ന ആവശ്യം 3 കുറച്ചത് ഡോവലിന്റെ മിടുക്കു മാത്രമാണ്. ഡോവലിന്റെ പ്രവർത്തനങ്ങൾ പോലീസ് പാഠ്യപദ്ധതിയിലും ഉണ്ട്. 1971 തലശ്ശേരി കലാപം അടിച്ചമർത്താൻ കെ കരുണാകരൻ നിയോഗിച്ചത് കോട്ടയം ASP ആയിരുന്ന ഡോവലിനെയായിരുന്നു. ഡോവൽ ചുമതലയേറ്റ ഒരാഴ്ചക്കകം എല്ലാം നിയന്ത്രണ വിധേയമാക്കി കൊണ്ടുപോയി. ഏറ്റെടുക്കുന്ന ജോലി കൃത്യമായ രൂപത്തിൽ തോൽക്കരുത് എന്ന നിശ്ചയദാർഢ്യത്തോടുകൂടി വിജയിക്കാൻ സാധ്യമായതെല്ലാം ചെയ്യാൻ ഡോവലിന് സ്വതന്ത്രമായ അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളും സ്വതന്ത്രമായി തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവും മികവും ഉണ്ട് എന്ന് മുമ്പ് തന്നെയുള്ള ഭരണാധികാരികൾ മനസ്സിലാക്കി അദ്ദേഹത്തിന് അതിനു വേണ്ടുന്ന സ്വാതന്ത്ര്യങ്ങൾ നൽകിയത് കൊണ്ട് തന്നെ ഏതൊരു ഓപ്പറേഷൻ തെരഞ്ഞെടുക്കുമ്പോഴും അദ്ദേഹത്തിന് മാത്രമായിരിക്കും അതിന്റെ നിയന്ത്രണം ഉണ്ടാവുക. ഓപ്പറേഷൻ സക്സസ് ആയി കഴിഞ്ഞാൽ മാത്രമേ ഏതൊക്കെ രൂപത്തിലായിരുന്നു ഉദ്യോഗസ്ഥരെ വിന്യസിപ്പിച്ചിരുന്നത് എന്ന് പോലും മറ്റുള്ള ആളുകൾക്ക്, ഒരുപക്ഷെ കേന്ദ്ര സർക്കാരിന് പോലും അറിയാൻ സാധിക്കുമായിരുന്നുള്ളൂ. ആ രൂപത്തിൽ പാകിസ്ഥാനിൽ പോലും വർഷങ്ങളോളം ചാരപ്രവർത്തനം നടത്തി ഈ രാജ്യത്തെ പല രൂപത്തിലുള്ള യുദ്ധങ്ങളിൽ നിന്നും, പാകിസ്ഥാന്റെ ആക്രമണങ്ങളിൽ നിന്നും, കലാപങ്ങളിൽ നിന്നും, ചാവേർ ആക്രമണങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തിയ അജിത് ഡോവലിന് ഈ രാജ്യത്ത് സ്തുത്യർഹമായ ഒരു സ്ഥാനമാണ് നൽകുന്നത്. നന്ദി.